ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക. ഇറാന് ചുങ്കം നൽകി ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ തടയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. എല്ലാ കപ്പലുകൾക്കും ഹോർമൂസിലൂടെ കടന്നുപോകാനുള്ള അവസരം വൈകാതെ ഒരുക്കും. ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ സർവനാശമെന്നും ട്രംപ് ആവർത്തിക്കുന്നു. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐസൺ, ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണോ വീണ്ടും വലിയ തോതിൽ ഇറാന് മുന്നറിയിപ്പ് നൽകുന്ന പോസ്റ്റുമായി ഫേസ്ബുക്കിൽ ട്രംപ് പ്രത്യക്ഷപ്പെടുന്നത്? തീർച്ചയായും ഗൗതം, ട്രംപ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നൽകിയിരിക്കുന്ന, അതായത് ദി ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നത്, പല കാര്യങ്ങളിലും ധാരണയിലെത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്താൻ സാധിച്ചിരുന്നു എങ്കിൽ കൂടി ആണവ വിഷയങ്ങൾ സംബന്ധിച്ച് യാതൊരു ധാരണയിലും എത്താത്തൊരു പശ്ചാത്തലത്തിൽ ഹോർമൂസിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് എന്ന് വളരെ കൃത്യമായി ട്രംപ് പറയുന്നുണ്ട്. എല്ലാ കപ്പലുകൾക്കും ഹോർമൂസിലൂടെ കടന്നു പോകാനും ഹോർമൂസിലേക്ക് പ്രവേശിക്കാനും കടന്നു പോകാനുമുള്ള സൗകര്യം ഒരുക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. ഈ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ അറിയിക്കുന്നുണ്ട്. തൻ്റെ നാവികസേനയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തു കഴിഞ്ഞു ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനെന്നും അദ്ദേഹം സമൂഹ മാധ്യമ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. ട്രംപിൻ്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഹോർമൂസിനെ കൃത്യമായും ഒരു നിയന്ത്രണത്തിലാക്കി, ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി കൃത്യമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന ഒരു നീക്കത്തിൻ്റെ കൂടി ഭാഗമാണ്. നാവികസേനയ്ക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ഉപരോധിക്കാനുള്ളൊരു നീക്കം നടത്താനുള്ള നിർദ്ദേശമാണ്. ഉടൻ തന്നെ ഈ ഹോർമൂസിലെ ഉപരോധം നടപ്പിൽ വരുമെന്നും അദ്ദേഹം ഈ ദി ട്രൂത്ത് സോഷ്യലിലെ ആ പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കാനുള്ളൊരു തീരുമാനം, അല്ലെങ്കിൽ ടോൾ ഈടാക്കാനുള്ളൊരു തീരുമാനം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ടോൾ നൽകി കടന്നു പോകുന്ന കപ്പലുകളെ എല്ലാം തന്നെ തടയണമെന്ന ഒരു നിർദ്ദേശം അന്താരാഷ്ട്ര തലത്തിൽ, അന്താരാഷ്ട്ര കപ്പൽശാലകളിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലുമെല്ലാം തന്നെയുള്ള ഒരു നിർദ്ദേശമായും ട്രംപ് നൽകിയതായി ഈ സമൂഹ മാധ്യമ കുറിപ്പിൽ അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ആ ചർച്ചകളെല്ലാം തന്നെ വലിയ പരാജയമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും JD വാൻസ് ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിലും അടിയന്തരമായി അദ്ദേഹം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. 15 നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും 10 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹോർമൂസിലെ വിഷയം, അതുപോലെ തന്നെ ആണവ സംവിധാനങ്ങൾ, ആണവ പരീക്ഷണങ്ങളും ആണവ സമ്പുഷ്ടീകരണവും നിർത്തിവെക്കണമെന്നൊരു നിലപാടുമാണ്. എന്നാൽ അക്കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത് എന്ന് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ ഹോർമൂസ് വീണ്ടും തടസ്സപ്പെടുത്താനും തുടർ നടപടികളിലേക്ക് നീങ്ങാനും ഹോർമൂസിലൂടെ ഇറാനെ പ്രത്യേക ടോൾ നൽകി, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ടോൾ നൽകിയെന്ന് തന്നെ അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമത്തിൽ ട്രംപ് എഴുതിയിട്ടുണ്ട്. അത്തരത്തിൽ നിയമവിരുദ്ധമായ ടോൾ നൽകി കടന്നു പോകുന്ന കപ്പലുകളെല്ലാം തന്നെ തടയാനും, അത് ടാങ്കറുകളായാലും ഏത് രീതിയിലുള്ള കപ്പലുകളായാലും അവയെല്ലാം തടയുന്നതിനും അനധികൃതമായി ടോൾ പിരിക്കാൻ ആർക്കും അനുവാദം നൽകേണ്ടതില്ല എന്ന സന്ദേശം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും നിർണായകമായൊരു മറുപടി അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണത്തിന് ഇറാൻ ഈ സാഹചര്യത്തിൽ ഈ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അതിന് തുനിയുകയാണെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും സർവനാശത്തിലേക്ക് വഴിതെളിക്കുമെന്നും കൃത്യമായി ട്രംപ് ആ സമൂഹ മാധ്യമ പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പലതവണ ആവർത്തിച്ച അതേ വാക്ക് തന്നെയാണ് ഈ സമാധാന ചർച്ചയ്ക്ക് ശേഷവും, അതായത് ഈ വെടിനിർത്തൽ നടപ്പിലായ ഒരു സാഹചര്യത്തിൽ, വെടിനിർത്തൽ താൽക്കാലികമായെങ്കിലും നടപ്പിലായിരിക്കുന്ന ഈ സാഹചര്യത്തിലും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്, ഹോർമൂസിനെ കൃത്യമായും നിയന്ത്രണത്തിൽ വരുത്തി കൃത്യമായി ഇറാനെ വരച്ച വരയിൽ നിർത്തുമെന്ന നിലപാട് തന്നെയാണ് ട്രംപിൻ്റെ ഈ വിശാലമായ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ നമ്മൾ പൂർണ്ണമായും കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഓക്കെ ഐസൺ, എന്തായാലും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകൾ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ വീണ്ടും പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. മാത്രമല്ല, ഹോർമൂസിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളും തടയുക എന്നതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ സ്ട്രാറ്റജി. അതിനുശേഷം ആ നീക്കം വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ കപ്പലുകൾക്കും അതിലേക്ക് കടന്നു പോകാൻ കഴിയും എന്ന വാദമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസാണ് വിവരങ്ങളുമായി ചേർത്ത്.